അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വിഷു സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്തതിന് ശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്രൈമർ കഴുത്തിലും അതുപോലെ തന്നെ ഫേസിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മേക്കപ്പിന് നല്ലൊരു ബേസിന് വേണ്ടിയിട്ട് നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൺസീലർ അത് കണ്ണിൽ മുകളിലും താഴെയും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സിന് ചുറ്റും എനിക്ക് അൺഈവൻ സ്കിൻ ടോണുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ വളരെ ചെറിയ രീതിയിൽ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു പൊട്ടി അടിച്ച പോലത്തെ ഒരു ഇഫക്റ്റ് വരും. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലിൻ്റെ ഒരു ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ട് കണ്ണിന് മീതെയും അതുപോലെ കണ്ണിന് താഴെയും നന്നായിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്ന് ഐ ഷാഡോ ഉപയോഗിക്കുന്നത് ഒരു ബ്ലാക്കും ഗ്രേയും കോമ്പിനേഷനാണ്. കാരണം ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസിഷൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ ഔട്ടർ കോർണറിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഐബ്രോസും നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഐബ്രോസും നല്ല ഡിഫൈനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഐബ്രോസിൻ്റെ മുകളിലും താഴെയും നമ്മൾ കൺസീലർ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡെഫിനീഷൻ കിട്ടും ഐബ്രോസിന്. അതിന് ശേഷം മസ്കാര ഇട്ട് കൊടുക്കുന്നു. പിന്നെ സെയിം ഐബ്രോ ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ താഴത്തെ ലോവർ ലാഷ് ലൈനും ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഏരിയയിൽ ഫേസിലും നെക്കിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് കോണ്ടോറിങ് ആണ്. കോണ്ടോറിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഷേപ്പും ഒരു ഡെഫിനേഷനും ഒരു ഡയമെൻഷനൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചും ബ്രഷ് വെച്ചും രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേസിൻ്റെ ടോപ്പ് പോർഷനിലും അതുപോലെ തന്നെ ചീക്കിൻ്റെ രണ്ട് സൈഡിലും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഒരു ബ്രോൺസർ ഉപയോഗിച്ചിട്ട് അതിന് തൊട്ട് മീതെ കോണ്ടറിങ് ചെയ്തതിൻ്റെ തൊട്ട് മീതെ ഒരു സി ഷേപ്പിൽ രണ്ട് സൈഡിലും രണ്ട് ചീക്ക് ബോണിലും അതുപോലെ തന്നെ നെറ്റിയുടെ മുകൾ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെബിലിൻ്റെ ഒരു പീച്ചി ബ്ലഷ് എൻ്റെ കയ്യിലുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് പൗഡർ ബ്ലഷാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമൗണ്ട് മതി. കൂടുതലെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. അതുകൊണ്ട് ലൈറ്റ് മേക്കപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മതി. അതെടുത്തിട്ട് ഈ കോണ്ടറിങ് ആൻഡ് ബ്രോൺസർ അപ്ലൈ ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ കൂടെ ഇതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂക്കിൻ്റെ ടിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ താടിയുടെ ഏറ്റവും ലോവർ പോർഷനിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് സ്റ്റെപ്പാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇത് എൽഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. നല്ല ഗ്ലോയി ആയിട്ടുള്ളൊരു ഹൈലൈറ്ററാണ്. അത് ഞാൻ മൂക്കിൻ്റെ ബ്രിഡ്ജിലും അതുപോലെ തന്നെ ചീക്ക് ബോണിൻ്റെ ഹയസ്റ്റ് പോർഷനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ്പ് ലൈനർ ഉപയോഗിച്ച് ലൈൻ ചെയ്തിട്ട് പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ഒരു ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് പൊട്ടും അതുപോലെ തന്നെ എൻ്റെ സെറ്റുമുണ്ടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് നെക്ലസും കൂടെ പിന്നെ ഒരു ബ്ലാക്ക് ഡ്രോപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷു മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.